ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്യാം. നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചിക്കൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രം നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് തനിയെ വേവിച്ചെടുക്കണം. അത് പകുതി വേവാകുമ്പോൾ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് വഴറ്റിയത് കൂടെ പൊടിച്ച് ചേർത്ത് അതും കൂടെ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും നല്ലപോലെ മൂപ്പിച്ചെടുത്ത് അതിനകത്തും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് അത് മൂപ്പിച്ച് ആ തേങ്ങയെല്ലാം കൂടെ പൊടിച്ച് ചേർക്കണം. അപ്പോൾ കുറച്ച് ഗ്രേവി ഇരിക്കെ അങ്ങനെ ആ ബാക്കിയും കൂടെ പൊടിച്ച് ചേർത്ത് നമുക്ക് ചിക്കൻ നല്ലപോലെ പുരട്ടിയെടുക്കണം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. 1 കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും നാരങ്ങാനീരും ചേർത്ത് നമുക്കൊന്ന് ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ പുരട്ടി വയ്ക്കാം. മല്ലിപ്പൊടിയും 2 സ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. മുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, നാരങ്ങാനീര് 1 നാരങ്ങയുടെ നീരാണ്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ പുരട്ടി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ അടച്ച് വയ്ക്കാം. നമുക്കിത് തേങ്ങ വറുത്തരച്ച് പുരട്ടിയെടുക്കുന്നതാണ്. അപ്പം നല്ലപോലെ തേങ്ങ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ വറുത്ത് പൊടിച്ചാണ് എടുക്കേണ്ടത്. കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോഴും നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചെറിയ ഉള്ളി ആയാലും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളൊരു വലിയ 3 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 സവാള വരെ എടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് അത് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. ചിക്കൻ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വേവിക്കാം. നല്ലപോലെ ഉടയാതെ നല്ലപോലെ ഇളക്കി അടച്ച് വേവിക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വാട്ടിയെടുക്കുന്നതിനകത്ത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് തണുക്കുമ്പം നമുക്കിത് ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം. അത് തണുത്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് അരയണ്ട, നല്ലപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. ഉള്ളി മൂപ്പിച്ചതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് ചതച്ചെടുക്കാം. അത് ഈ സമയം പകുതി വേവാകുമ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ചത് ചതച്ചെടുത്ത് ചേർക്കാം. അത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും അടച്ച് വേവിക്കാം. ആ അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 10-15 മിനിറ്റ് ആകുമ്പോൾ കുറച്ച് ഗ്രേവി കാണണം. ആ ഗ്രേവി ഇരിക്കുമ്പം തന്നെ നമുക്ക് തേങ്ങ വറുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ പൊടിച്ച് ചേർത്താൽ മതിയാവും. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സിയിൽ വെള്ളം തൊടാതെ പൊടിച്ച് എടുത്തിട്ട് ഈ ഗ്രേവി ഇരിക്കെ തന്നെ നമുക്ക് ആ തേങ്ങയുടെ അരപ്പും കൂടെ ചേർക്കാം. നല്ലപോലെ പൊടിച്ചെടുക്കാം. തേങ്ങ പൊടിച്ചതും കൂടെ നമ്മൾ കറിയിൽ ചേർക്കാം. നല്ലപോലെ ഇളക്കി കുറച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ നല്ലപോലെ ഇളക്കി ഉടഞ്ഞു പോവാതെ നമ്മൾ നല്ലപോലെ പറ്റിച്ചിട്ട് നല്ല
കുറച്ച് എണ്ണ ചേർത്ത് നമ്മൾ നല്ല വരട്ടിയെടുക്കണം. തേക്ക് നല്ല അരപ്പെല്ലാം നല്ല മൂത്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇഞ്ചി പച്ചമുളകും നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴും ചേർക്കുന്നുണ്ട്, ഉള്ളി വാട്ടുമ്പോഴും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ മണമെല്ലാം നമുക്കിതിനകത്ത് ചിക്കനിൽ പിടിച്ചിരിക്കും. അപ്പം കുറച്ച് നല്ല വറ്റി വന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ പതുക്കെ ഇളക്കി, കുറച്ച് പതുക്കെ ഇളക്കി നല്ലപോലെ തോരൻ പോലെ ആക്കിയെടുക്കണം. ആ തേങ്ങ നല്ല അരപ്പെല്ലാം പറ്റിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് അരപ്പൊക്കെ അതിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഇളക്കി വറ്റിച്ചെടുക്കാം. നല്ല കറിയൊക്കെ വറ്റി നല്ല പെരണ്ട് വരുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ സിമ്മിലിട്ട് കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് പുരട്ടിയെടുക്കണം. നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി നോൺ വെജ് അധികം കഴിക്കാത്തവർക്കൊക്കെ ഈ ചിക്കൻ കറി നല്ലപോലെ ഇഷ്ടപ്പെടും. അധികം ചിക്കൻ്റെ മണമൊന്നും വരത്തില്ല ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കുമ്പോൾ. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.